യരലവയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രീ ഷൗക്കത്തിൻ്റെ എപ്പിസോഡുകൾ 16ാമത്തെ ഈ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ 16 എപ്പിസോഡുകളും ചേർത്ത് നമ്മൾ ഒറ്റ എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ശ്രീ ഷൗക്കത്തിൻ്റെ ഒരു മാനവഗീതം എന്ന കവിത ചിത്രീകരിച്ചുകൊണ്ടാണ് യരലവ ചാനൽ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ആശയത്തിലേക്ക് നയിച്ചത് മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഈരടികളായി ശ്രീ ഷൗക്കത്ത് എഴുതിയ ആ കവിതയുടെ ചിത്രീകരണത്തിലൂടെയാണ്. തുടർന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവും അത് പല ചെറു സെഗ്മെൻറ്റുകളാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ യരലവ ചാനലിൻ്റെ മുന്നോട്ട് പോക്കിൽ നാഴികക്കല്ലായത് ശ്രീ ഷൗക്കത്തിന് ഞങ്ങളോട് തോന്നിയ ഒരു സ്നേഹവും വാത്സല്യവുമാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഈ അവസാനത്തെ എപ്പിസോഡിൽ ആ കൃതജ്ഞതയും നന്ദിയും അദ്ദേഹത്തോടുള്ള സ്നേഹവും ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ അറിവിലേക്കായി സമർപ്പിക്കുകയാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിലും ഒന്നിച്ച് ഇതിനെല്ലാം ചേർത്ത് വരുന്ന വലിയ ഷൗക്കത്ത് സ്പീക്സ് എന്ന എപ്പിസോഡും എല്ലാവരും കാണണം. നമ്മൾ യരലവ കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു എത്തിക്കൽ ചാനലാണ്. സമൂഹത്തിലെ ഒരു മാലിന്യത്തെയും നമ്മൾ വീണ്ടും ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ബോധപൂർവം നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പിന്തുണ മാത്രമാണ് ഈ ചാനലിൻ്റെ മുന്നോട്ട് പോക്കിൻ്റെ അടിസ്ഥാനം. അതിനായി പൂർണ്ണ മനസ്സോടെ ഇടപെടുന്നവർക്ക് മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിയുക. അത്തരം മനുഷ്യരുടെ പിന്തുണകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ചാനലിനെ പിന്തുടരുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ വീഡിയോകൾ, മനുഷ്യ നന്മയ്ക്ക് ഉതകുന്ന വീഡിയോ എപ്പിസോഡുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നൽകുക. അങ്ങനെ ഈ ചാനലിൻ്റെ യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാകുക. താങ്ക് യു. എനിക്ക് ചെറിയ പ്രായം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയിരുന്നൊരു കാര്യം ഞങ്ങളെന്നും നിങ്ങളെന്നും പറയണതാണ്. ചെറിയ പ്രായമായിരിക്കും തന്നെ ഭയങ്കര ഒരു വിഷമാണ്. ഞാൻ മദ്രസയിൽ പഠിച്ച ആളാണ്. ഒരു മതപഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. നിസ്കരിക്കുമൊക്കെ ചെയ്യും. സ്ഥിരം ഞാൻ മദ്രസയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ ആൾക്കാർ അവരുടെ ആൾക്കാർ ഇതിങ്ങനെ കേൾക്കേണ്ടി വരിക. അതെനിക്ക് എന്നൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ, ഞാനിപ്പോൾ ആലോചിക്കുകയാണ് കേട്ടോ, ഇതൊന്നും ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതായിരുന്നു എൻ്റെ പ്രശ്നം എന്ന്. ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തെ ആത്മാവിനെ ഒന്നുമല്ല, ഞങ്ങളും നിങ്ങളൊന്നും പറയാത്ത എല്ലാവരും ചേർത്ത് നമ്മൾ എന്ന് പറയുന്ന വല്ല ഇടമുണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോ എന്നാണ്. അപ്പം ഞാൻ മതം വിട്ടു. പിന്നെ യുക്തിവാദം പോലെയുള്ള സ്ഥലത്ത് പോയപ്പോൾ അവിടെയും ഈ ഞങ്ങളും നിങ്ങളും ഉണ്ട്. നമ്മൾ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, അവർ ദൈവവിശ്വാസികൾ. അവിടെയും ഈ ഒരു ഞങ്ങളും നിങ്ങളുണ്ട്. കുറേ പേരെ മാറ്റി നിർത്തുക. പിന്നെ ആശ്രമങ്ങളിൽ പോയാൽ പറയും ഞങ്ങളുടെ ഗുരുവിൻ്റെ ആശ്രമത്തിൽ വരണം, അതാണ് ശരിയായ ആശ്രമം, ബാക്കിയൊന്നും ശരിയല്ല. ഇപ്പം നമ്മൾ എവിടെ ചെല്ലുമ്പോഴും അറിവിന് കുറവില്ല. അറിവെല്ലാവരും പറയുന്നുണ്ട്, വളരെ വലിയ അറിവ് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ആണ് ശരി, അവർ ശരിയല്ല. അദ്വൈതത്തിൽ പോയാൽ, വിശിഷ്ടാദ്വൈതത്തിൽ പോയാൽ, ദ്വൈതത്തിൽ പോയാൽ, ശൈവസത്തിൽ പോയാൽ, ക്രിസ്ത്യാനിറ്റിയിൽ പോയാൽ, ഇസ്ലാമിൽ പോയാൽ, മാർക്സിസത്തിൽ പോയാൽ, കോൺഗ്രസിൽ പോയാൽ, BJPയിൽ പോയാൽ, എവിടെ പോയാലും ഞങ്ങളും നിങ്ങളും. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞങ്ങളും നിങ്ങളൊന്നും പറയാതെ ഇതെല്ലാം നമ്മളുടേതാണ്, അതിൽ നിന്നൊക്കെ നല്ലത് നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരിടം ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ഗുരുകുലത്തിലാണ്, ഗുരുനിത്യയുടെ അടുത്താണ്, ഫെൺഹില്ലിലാണ്. അവിടെ അങ്ങനെ ഒരു ഞങ്ങളും നിങ്ങളുമില്ല. അവിടെ ബൈബിളുണ്ട്, ഖുറാൻ പഠിപ്പിക്കുന്നു, ഗീത പഠിപ്പിക്കുന്നു, ലാവോത്സുവിനെ പഠിപ്പിക്കുന്നു, വിൻസെൻ്റ് വാൻ ഗോഗ്, സത്യജിത്രയുടെ സിനിമകൾ, അപ്പോൾ എല്ലാം ഉണ്ട്. ഞാൻ നല്ല സിനിമകൾ കാണുന്ന അവിടെ നിന്നാണ്, നല്ല പെയിൻറ്റിങ്സ്, വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ പെയിൻറ്റിങ്സ് കാണുന്ന അവിടെ നിന്നാണ്, വിക്ടർ യൂഗോയുടെ പാവങ്ങൾ വായിക്കുന്ന അവിടെ നിന്നാണ്, ദസ്തോവ്സ്കിയെ വായിക്കുന്ന അവിടെ നിന്നാണ്.
ബൈബിള് വായിക്കുന്നത് വൃത്തിയായിട്ട് കുറച്ച് ഭാഗങ്ങളെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അവിടുന്നാണ്. ലാവോത്സുവിനെ കേൾക്കുന്ന അവിടുന്നാണ്. ജിബ്രാന് കേൾക്കുന്ന അവിടുന്നാണ്. അപ്പോൾ അവിടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാറ്റിനെയും, എല്ലാ നല്ലതിനെയും വെളിച്ചങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഇതൊക്കെ നമുക്കുള്ളതാണെന്ന് പറയുന്ന ഒരു ദർശനം, അത് നാരായണ ഗുരു സംഭാവന ചെയ്ത ദർശനമാണ്. പല മതസാരവും ഏകം. ഞാനാണ് ശരി, നിങ്ങളാണ് തെറ്റെന്ന് പറയണ്ട. എല്ലാവരും ആത്മസുഖത്തിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാറ്റിനെയും ഉൾക്കൊള്ളൂ. ഒരു ഓൾ ഇൻക്ലൂസീവ്നെസ്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക. പുതിയൊരു മതം സ്ഥാപിക്കുകയോ ഞങ്ങളെന്ന് നിങ്ങളെന്ന് പറയുകയോ ചെയ്യാതെ, ഞാൻ ഏതെങ്കിലും ഒരു ജാതിയുടെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ആളല്ല, ഞാൻ സർവ്വ മനുഷ്യർക്കും വേണ്ടിയല്ലാതെ ഒന്നും പറയുന്നില്ല എന്ന് സ്പെസിഫിക് ആയിട്ട് ഉറപ്പിച്ചു പറഞ്ഞ ഒരാളാണ് നാരായണ ഗുരു. ആ നാരായണ ഗുരുവിൻ്റെ തുടർച്ചയിൽ വന്ന് നിൽക്കുന്ന ഗുരുനിത്യയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഞങ്ങളെന്നും നിങ്ങളെന്നും വേർതിരിച്ച് പറയാത്ത എല്ലാ വെളിച്ചങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു സ്പേസ് ആദ്യമായിട്ട് അനുഭവിക്കുന്നു. ഒരുപക്ഷെ എൻ്റെ അന്വേഷണം അവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല സമാധാനമായി. ഷൗക്കത്ത് ഒരു അന്യനല്ലാതായി. ജോസഫ് ഷൗക്കത്തിന് അന്യനല്ലാതായി. അല്ലെങ്കിൽ മന്ത്രചൈതന്യ സ്വാമി ഷൗക്കത്തിന് അന്യനല്ല. പീറ്റർ മൊറാസ് അന്യനല്ല. മിയാക്കോ, ജപ്പാനിൽ നിന്ന് മിയാക്കോ അന്യരല്ല. വേറെയല്ല. നമ്മളൊക്കെ ഒരുമിച്ചാണ്. നമുക്കെല്ലാം ഇവിടെ ഇരുന്ന് പഠിക്കാം, അറിയാം, അനുഭവിക്കാം എന്ന് പറയുന്ന ഒരു വെളിച്ചമുള്ള ഒരു സ്പേസ്, ഒരു തുറന്ന ആകാശം അവിടെ കിട്ടി. അത്ര മതിയായിരുന്നു. നമസ്കാരം.